ഹായ് ഗൈസ്, ക്രിസ്മസ് ഒക്കെ അല്ലേ? അപ്പോൾ ഇന്നലത്തെ ക്രിസ്മസ് ട്രീയും സ്നോയും ട്രിങ്കറ്റ് ജാറും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ പിടിക്കാം, ക്രിസ്മസ് തീം തന്നെ പിടിക്കാം എന്നോർത്ത് നല്ല അടിപൊളി ഒരു ബബിൾ ക്യാൻഡിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വൈറ്റ് ആൻഡ് റെഡ് തീമിൽ നല്ല അടിപൊളി ബബിൾ ക്യാൻഡിൽ ഗോൾഡൻ ഫ്ലേക്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഗ്ലിറ്ററി എഫക്റ്റ് ഒക്കെ വെച്ച് ഉണ്ടാക്കാം എന്നാണ് എൻ്റെ ഒരു തീരുമാനം. അപ്പോൾ ഇത്രയും നല്ല ഇൻട്രോ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നല്ല സൂപ്പർ നല്ല അടിപൊളി ക്രിസ്മസ് തീമിലൊരു ക്യാൻഡിൽ മേക്കിംഗ് ആയിരിക്കും ഇന്നെന്ന്. പക്ഷെ അല്ല ഗൈസ്, ഇന്ന് നല്ല അടിപൊളിയായിട്ട് പാളിപ്പോയ ഒരു ക്യാൻഡിലാണ് കാണിക്കാൻ പോകുന്നത്. എപ്പോഴും നല്ലത് മാത്രം കണ്ടാൽ പോരല്ലോ, എൻ്റെ അബദ്ധങ്ങൾ നിങ്ങൾ കാണണമല്ലോ. എനിക്കൊന്നും ഇരിക്കുന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ വിക്കും ഞാനുമായിട്ടുള്ള ബന്ധം ഒരു ഒരു രീതിയിലും പോകത്തില്ല. വെട്ടിയെന്ന് കളയണം, അല്ല പിന്നെ ഒന്നും നോക്കരുത് നമ്മൾ. അങ്ങനെ പിന്നെ അത് വെട്ടിക്കളഞ്ഞ് ആ തടിക്കഷ്ണമൊക്കെ എടുത്ത് നല്ല കൃത്യമായിട്ട് അവിടെ വെച്ചപ്പോൾ അതിൻ്റെ അഹങ്കാരം ഒന്ന് തീർത്തി. എനിക്ക് പണ്ടേ അഹങ്കാരമില്ല, ഞാൻ ഒരു വളരെ എന്താ പറയുക അത് തന്നെ. അങ്ങനെ അടുത്ത ലെയറും ഞാൻ നല്ല കൃത്യമായിട്ട് തന്നെ ഒഴിച്ചത്. എൻ്റെ ഭാഗത്തു നിന്ന് അബദ്ധങ്ങൾ അങ്ങനെ വരാറില്ല, പറഞ്ഞില്ലേ. ഞാൻ അങ്ങനെ ഒരാളല്ല. ഈ വിക്ക് ശരിയല്ല, വിക്കാണ് പ്രശ്നം. വിക്കും ഈ തടിക്കഷ്ണമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പം എന്തായാലും അതൊക്കെ ഉണങ്ങി സെറ്റിംഗ് ടൈമൊക്കെ കൃത്യമായിരുന്നു. നല്ല സ്റ്റൈലായിട്ടാണ് അത് ഇരുന്നത്, വൈറ്റ് ആൻഡ് റെഡ് തീമിൽ. ഇപ്പം എന്തായാലും ഞാൻ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് പൊളിച്ചതും അത് അതിൻ്റെ ഷേപ്പിൽ നിന്ന് അങ്ങ് പോയി. അടുത്തതാണ് ഏറ്റവും വലിയ കോമഡി. ഇത് തെളിച്ചൊക്കെ രണ്ട് കഷ്ണമായിട്ടൊക്കെയാണ് പോയാൽ അതേ കിടക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു ഇപ്പം? 3-4 മണിക്കൂറത്തെ കഷ്ടപ്പാടാണ്. സാരമില്ല, അടുത്ത പ്രാവശ്യം അടുത്തതും കൊണ്ടുവരാം.